We shall now discuss about combination of thin lenses in contact. ഇപ്പോൾ രണ്ട് ലെൻസുകൾ A and B. A is having focal length f1 and another lens B is having focal length f2. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ what will be the focal length of the combination? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇമേജ് ഫോർമേഷൻ രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് O ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോമ്പിനേഷൻ. ഓയിൽ നിന്ന് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റ്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് എ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദി ഒബ്ജക്റ്റ് ആഫ്റ്റർ പാസിങ് ത്രൂ ദ ഫസ്റ്റ് ലെൻസ് ഇറ്റ് ഫോംസ് ആൻ ഇമേജ് അറ്റ് I1. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഈ രണ്ട് ലെൻസും തിന്നായതുകൊണ്ട് നമുക്കതിൻ്റെ ഓപ്റ്റിക് സെൻറ്റർ ഇതിൻ്റെ ഓൾമോസ്റ്റ് സെൻറ്ററിലാണ് ഓപ്റ്റിക് സെൻറ്റർ എടുക്കാം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്റ്റിക് സെൻറ്റർ ഓഫ് ദി കോമ്പിനേഷൻ U ആണ്. നമുക്ക് ഇമേജ് കിട്ടുന്നത് ആദ്യത്തെ ലെൻസിൽ റിഫ്രാക്ഷൻ നടന്നിട്ട് വി ഗെറ്റ് ദി ഇമേജ് അറ്റ് I1 ആൻഡ് I1 ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് V1 ഫ്രം ദി ഓപ്റ്റിക് സെൻറ്റർ. ഇനി ഈ ഇമേജ് രണ്ടാമത്തെ ലെൻസിനുള്ള ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ദിസ് ഇമേജ് അറ്റ് I1 ആക്ട്സ് ആസ് എ വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ റിഫ്രാക്ഷൻ ബൈ ദ സെക്കൻഡ് ലെൻസ്. അപ്പോൾ ഇതിലെ സെക്കൻഡ് ലെൻസിൽ റിഫ്രാക്ഷൻ നടന്നിട്ട് ഫൈനൽ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് I. അപ്പോൾ ഫൈനൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി ഓപ്റ്റിക് സെൻറ്റർ ഈസ് ടേക്കൺ ആസ് V. അപ്പോൾ ആക്ച്വലി റിഫ്രാക്ഷൻ നടക്കുന്നത് റേ ഓഫ് ലൈറ്റ് ആദ്യത്തെ റേന്ന് റിഫ്രാക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് ആ റിഫ്രാക്റ്റഡ് റേ രണ്ടാമത്തെ ലെൻസിൽ കൂടെ കടക്കുമ്പോൾ വീണ്ടും റിഫ്രാക്റ്റഡ് ആയിട്ട് നമുക്ക് ഫൈനൽ ഇമേജ് അതിൽ കിട്ടുന്നു. അതാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് കണ്ടിട്ടാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലെൻസ് ഇക്വേഷൻ എന്താണ് വരിക? നമുക്ക് തിൻ ലെൻസ് ഫോർമുല അറിയാം. 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f എന്നുള്ളതാണ് തിൻ ലെൻസ് ഫോർമുല. അത് ഫസ്റ്റ് ലെൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഫസ്റ്റ് ലെൻസ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് V1 അല്ലേ. അപ്പോൾ 1/v1 മൈനസ് 1/u ഈക്വൽ ടു 1/f1 ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി ഈ ഇമേജ് രണ്ടാമത്തെ ലെൻസിനുള്ള വെർച്വൽ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഫോർ സെക്കൻഡ് ലെൻസ് ദി ഇക്വേഷൻ വിൽ ബി ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് I ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ V തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/v മൈനസ് 1/u പറയുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ V1 ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് V1 ഈസ് ഈക്വൽ ടു 1/f2. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുക 1 + 2. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 1/v1 മൈനസ് 1/u പ്ലസ് 1/v മൈനസ് 1/v1. അപ്പോൾ ഈ 1/v1 ക്യാൻസലായിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് 1/v ഉണ്ട് മൈനസ് 1/u ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഈ കോമ്പിനേഷനെ നമ്മളൊരു സിംഗിൾ സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 2 ലെൻസ് സിസ്റ്റത്തിനെ ഇഫ് യു ആർ റിഗാർഡിങ് ഇറ്റ് ആസ് ഈക്വലൻറ്റ് ടു എ സിംഗിൾ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് f, then we can write 1/v minus 1/u equal to 1/f, where f is the focal length of the combination. So we have 1/f is equal to 1/f1 plus 1/f2. ഇപ്പോൾ രണ്ട് ലെൻസുകൾ കമ്പൈൻ ചെയ്താൽ ഇതാണ് ഇക്വേഷൻ. ഇനി 3 or 4 ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലസ് 1/f3 പ്ലസ് 1/f4 അങ്ങനെ ആഡ് ചെയ്യാം. ഇനി 1/f എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എന്താണ്? പവറാണ്. സോ പവർ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര. ഇതിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കോൺവെക്സ് ലെൻസാണ് കമ്പൈൻ ചെയ്തത്. ഇനി ഇതുപോലെ നമുക്ക് കോൺവെക്സോ കോൺകേവോ അങ്ങനെ ഡിഫറെൻറ്റ് ലെൻസസ് കമ്പൈൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോക്കൽ ലെങ്ത് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ പല ഇൻസ്ട്രുമെൻസും ക്യാമറ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് തുടങ്ങിയ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ വി ആർ യൂസിങ് കോമ്പിനേഷൻ ഓഫ് ലെൻസസ്.
അപ്പോൾ കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ സൈന്, കോൺകേവ് ആകുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി അപ്പോൾ നമ്മൾ ഈ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് വിൽ ഹെൽപ്പ് us ടു ഗെറ്റ് ഡിസയേർഡ് മാഗ്നിഫിക്കേഷൻ ആൻഡ് ഓൾസോ ടു ഗെറ്റ് ഷാർപ്പ് ഇമേജസ്. ക്യാമറയിലും ടെലസ്കോപ്പിലും ഒക്കെ നമുക്ക് ഷാർപ്പ് ഇമേജസും അതുപോലെ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിഫിക്കേഷൻസ്. എം ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു M2 ഇൻറ്റു M3 ഇൻറ്റു എക്സെട്ര. Total magnification M of the combination is the product of the magnification of individual lenses. ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ഇറ്റ് ഈസ് ഇൻ ക്യാമറാസ്, ടെലസ്കോപ്സ്, മൈക്രോസ്കോപ്സ് ആൻഡ് ഇൻ അതർ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്.